ഞാൻ പാടിക്കൊണ്ടിരിക്കട്ടോ, അങ്ങനെ തന്നെ കേട്ടോ. ഓക്കെ നോക്കെ, ഓക്കെ ഇതിലേക്ക് നോക്കി, എന്റെ ഫേസ് നോക്ക്, പാടണോ? റെഡി അല്ലേ? കുറച്ച് നാളുകളായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിട്ട് കണ്ടുവരുന്ന അപരാധങ്ങളാണ് ഈ ഒരു അഭിലാഷ് ആട്ടയോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുറേ വീഡിയോസും പിന്നെ കുറേ പെണ്ണുങ്ങളുടെ വീഡിയോസും. എവിടെ നിന്ന് കിട്ടുന്നതാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കുറേ എവിടെ നിന്നാണ് ഇത്രയും ആൾക്കാരെ കിട്ടുന്നതെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും കുറേ വൾഗറായിട്ടുള്ള കുറേ സീൻസുകളും കാണും. പിന്നെ എന്താണെന്നറിയാം, സത്യം പറയാൻ നമുക്ക് തന്നെ അറപ്പ് തോന്നിട്ട് ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് വേറെ കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട്. ഈ എത്ര ബുദ്ധിമാനാടാ! അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് നോക്കിയോ, ഒന്നും അറിയാൻ വയ്യാതെ പാവം കഷ്ടം ആ വഞ്ചിപ്പാട്ടിലിട്ട് പൂവിച്ച് നിറച്ചുകൊണ്ടിരിക്കുവോ. എല്ലാം അറിയുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുക എന്താണ് അവന് പറയാൻ പോകുന്നതില്ലേ? ഞാനങ്ങൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ കണ്ടു നോക്കാം അങ്ങോട്ട് എന്താണെന്ന്. വയറിലല്ല മോളെ, മോളെ മോളെ ഈ ബോണ്ട തരാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഒരു മിനിറ്റ് മോളെ, ഈ ബോണ്ട മോള് പറഞ്ഞില്ലേ? അല്ല, നിങ്ങടുത്ത് ഞാൻ പറയുമ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ആ മന്ദബുദ്ധിക്കും മനസ്സിലായില്ല. നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതിനകത്തുള്ള ബുദ്ധി അവന്റെ അല്ലേ? എങ്ങനെയാണ് ചിരിക്കാണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്കി. ഇതൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്ന കോപ്രായത്തിനങ്ങളെന്ന് നിങ്ങൾ ഇന്ന് കണ്ടുനോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. നീ റീലിന് എന്താന്ന് വെച്ചാൽ ചെയ്യും. റീല് ചെയ്യുമ്പോ അതിന്റെ നീ ചെയ്യും. ഓക്കെ റെഡി അല്ലേ? ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് കിട്ടും. റീലാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്ന കോപ്രായത്തരങ്ങളാണ്. ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഇവർക്ക് വല്ല ബോധമുണ്ടോ? അതോ ഇനി ക്യാമറാമാനും വല്ല ബോധമുണ്ടോ? ഒന്നും അറിയത്തില്ല. എന്തായാലും നെഗറ്റീവ് റീച്ചിലൂടെ എന്തെങ്കിലും വൈറലാകണം എന്ന് പറഞ്ഞിട്ടാണ് ആള് നടക്കുന്നത്. ഇത്രയ്ക്കാ നമുക്ക് തന്നെ അറപ്പ് തോന്നുന്നുണ്ട് ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക്. ഇത്രയ്ക്ക് മറ്റേ വള്ളിപ്പാട്ട് കെട്ടിയിട്ടിരിക്കും പോലെ ഈ ഒരു വള്ളി കെട്ടിയിട്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് എന്താ പറയുക, ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് മേടിച്ചു കൊടുത്തൂടെ? ഇത്രയൊക്കെ അഭിനയിക്കാനായിട്ട് കൂടെ വിളിക്കുന്നല്ലേ? കയറ്റിയിടാൻ പറ്റാത്ത അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഡ്രസ്സ് മേടിച്ചു കൊടുക്കാതെ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ അഭിനയിക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ അതൊക്കെയല്ലേ ആദ്യം ചെയ്യാനുള്ളത്. തഴുകുമ്പൻ തളിമയിൽ മലരമ്പൻ തഴുകുമ്പൻ കിളിമകളേ അതിനെ കാണുമ്പം തന്നെ ഏകദേശം ഒക്കെ കുളിരുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നീ മലരുമ്പം തഴുകുമ്പം ഈ വല്ലാണ്ടം കൊണ്ട് ചേർന്ന് നീന്നോട്ട് അതുകൊണ്ട് നീ ക്യാപ്പിട്ടുന്നില്ലടാ കരടി. കരടി ഇതൊന്ന് കണ്ടു നോക്കിയാ നീ. മഹീന് നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നതാണ്. മഹിൻ മൂവാറ്റുപുഴ അറിയാലോ. അപ്പം ആ പുള്ളി എത്ര സ്ത്രീകളെ നടന്ന് പൊക്കിയെടുക്കുന്നതാ. നിന്റെ കൂടെ നടക്കുന്നതാണ്. നിന്റെ കൂടെ മിക്കവാറും വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പുള്ളിയുടെ നിലവാരം, അതായത് സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് പോകുന്നത്. നിന്നേട്ട് എന്തെങ്കിലും കച്ചറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളി എത്ര പേരാണെന്നോ ഇയാളെ കുറിച്ചിട്ട് പറയുന്നത്. ഇയാൾക്കാണെങ്കിൽ നെഗറ്റീവ് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പിറ്റേന്ന് വീഡിയോ ആയിട്ട് വരും. അതിൽ പച്ച തെറികളാണ് വിളിക്കുന്നത്. സത്യം പറഞ്ഞെങ്കിൽ കേട്ടാൻ അറപ്പ് തോന്നുന്ന പലതരത്തിലുള്ള തെറിയാണ്. നമ്മളിപ്പോൾ വിചാരിക്കും ഇത്രയൊക്കെ തെറികൾ ലോകത്ത് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചപ്പം അങ്ങനത്തെ തെറികളാണ് വരുന്നത്. ഒരുപാട് പേര് പറഞ്ഞിട്ട് പോലും ഇയാൾക്ക് നെഗറ്റീവ്, ഇയാൾക്ക് എന്തോ സിനിമയിലോട്ട് കയറാൻ എന്തോ ഒരു പ്ലാനിങ് ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ എങ്ങനെയാണ് സിനിമയിലോട്ട് കയറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാത്തിനും ഒരു അർത്ഥം വേണ്ടേ? ഏതോ ഒരു കാട്ടുമുല്ലിലുള്ള സ്ഥലം കണ്ടുപിടിക്കും. അവിടെ നിന്ന് ആൾത്താമസം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾത്താമസം ഇല്ലാത്ത സ്ഥലങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ആൾത്താമസം ഉള്ള സ്ഥലത്താണ് പോയിരുന്നെങ്കിൽ അവിടുത്തെ ആൾക്കാർ അടിച്ചു ഓടിച്ചു തരാം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന് എത്തിയത് കൊണ്ട് ഇങ്ങനെ കുറേ അപരാധ ഷൂട്ടിങ്ങുകളുണ്ടല്ലോ, അതൊക്കെ നടത്തി റീലും ചെയ്തിട്ട് സന്തോഷിച്ചിരിക്കുന്നു. കണ്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നും പറയാത്ത ആൾക്കാർ പോലും പറഞ്ഞു പോകും. എന്തൊക്കെയാണ് ഈ കാട്ടുകൂട്ടിൽ നിന്ന് അവർക്ക് പോലും ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രതികരിക്കാണ്ടിരിക്കുന്നത്. എത്രയോ നല്ല രീതിയിൽ റീൽസ് എടുക്കാം. ഇത് അങ്ങനെയൊന്നും എടുക്കത്തില്ല. കാരണം ഒരു പ്രായഭേദമന്യേ, അതായത് അമ്മച്ചിമാരാണെങ്കിൽ അമ്മച്ചി, അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അല്ലാത്ത ആൾക്കാർ, അവരെയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് ഒരു റീൽസ്. ഇവർക്ക് നന്നായിട്ട് അറിയാം നെഗറ്റീവ് കൊണ്ട് മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ, അല്ലാണ്ട് നല്ല രീതിയിൽ ചെയ്താൽ റീച്ച് കിട്ടത്തില്ല എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപരാധം പിടിച്ച വീഡിയോസ് മാത്രം ഇങ്ങനെ ഇറക്കിയിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ദേഷ്യം തോന്നും. എന്താണ് കാണിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ അവരുടെ കാര്യം കട്ടപ്പൊക്കെയാണ്. കാരണം അത്ര മോശപ്പെട്ട രീതിയിലായിരിക്കും അവർക്ക് തിരിച്ച് കമന്റ്സിലൂടെ മറുപടി കൊടുക്കുന്നത്. എന്തായാലും എന്താ പറയുക, ഇതിനൊക്കെ എന്താ പറയേ? നല്ല രീതിയിൽ റീൽസ് എടുക്കാം. ഇത് അങ്ങനെയൊന്നും എടുക്കത്തില്ല. കാരണം ഒരു പ്രായഭേദമന്യേ, അതായത് അമ്മച്ചിമാരാണെങ്കിൽ അമ്മച്ചി, അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അല്ലാത്ത ആൾക്കാർ, അവരെയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് ഒരു റീൽസ്. എന്തൊക്കെ അപരാധങ്ങളെ കാണിച്ചു കൂട്ടുന്നു. ഇവർക്ക് ചോദിക്കാൻ പറയാൻ വീട്ടിലൊന്നും ആരുമില്ലേ? ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്.
ഇങ്ങനെ ഇയാളുടെ പുറകെ ഇങ്ങനെ ഓടി ഓടി അങ്ങ് നടന്നാൽ മതിയല്ലോ, റീലും ചെയ്ത് ഷൂട്ടും ചെയ്ത്. സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട്.